ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എന്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൽ. എന്താണ് ഒരാഴ്ചയായി വന്നിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തിരുന്നു. അപ്പോ തീർച്ചയായും ഗ്രൂപ്പിലുള്ളവരൊക്കെ ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ. ഇനി മുതൽ യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ പോകില്ല. യൂട്യൂബ് നോട്ടിഫിക്കേഷൻ നിർത്തലാക്കിയിരിക്കുന്നു. ഇതാണ് ആ അപ്ഡേറ്റ് എന്നാണ് പലരും പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. അതുകൊണ്ട് പല ചാനലുകളും ഇനി റീച്ച് ആവില്ല. പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് കേട്ടോ. പലരും അതായത് പല ചാനലുകളും ഇനി റീച്ച് ആവില്ല. സെലിബ്രിറ്റികളുടെ ചാനൽ വേണമെങ്കിൽ റീച്ച് ആവും, നമ്മുടെ ചാനലൊന്നും അങ്ങനെ റീച്ച് ആവില്ല. ഇനി മുതൽ തമ്പനയിൽ നന്നാക്കൂ, അത് നന്നാക്കൂ എന്നൊക്കെ പറഞ്ഞ് പലരും വീഡിയോസ് ഇട്ടു. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ വീഡിയോസ് ഇടാം എന്നുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ കിട്ടി. അതുകൊണ്ട് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും. അതായത് ഞാൻ ഈ കാർഡ് കണ്ടില്ല നിങ്ങൾ? ഇത്തരക്കാർ ഈ കാണുന്ന വീഡിയോസ് ഇപ്പൊ നിങ്ങൾക്ക് വാച്ചിങ് അവർ കൂട്ടിത്തരാം, സബ് കൂട്ടിത്തരാം, അത് കൂട്ടിത്തരാം, ഇത് കൂട്ടിത്തരാം. ഇത്തരക്കാരും, മുഖം കാണിക്കാതെയുള്ള ഇത്തരക്കാരും ഇനി മുഖം കാണിച്ചുകൊണ്ട് പിന്നെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ ഇത്തരം വാച്ചിങ് അവർ ചെയ്തു കൊടുക്കുന്നു, ഇതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ അവരും, സത്യം പറഞ്ഞ ഞാൻ ഇവരുടെയൊക്കെ ഫേസ് കാണിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയാണ് ഇനി മുതൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആർക്കെങ്കിലും പോയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ സബിന് പോയി കഴിഞ്ഞാൽ അവർ കണ്ടിട്ടില്ലെങ്കിൽ ഇനി മുതൽ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം നോട്ടിഫിക്കേഷൻ ഇനി മുതൽ ആർക്കും പോകില്ല എന്നല്ല. ഒന്ന്. രണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ, ഞാൻ ഈ കാണിച്ച പോലെ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ വാച്ചിങ് അവർ കയറ്റി കൊടുക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ തന്നെ യൂട്യൂബിൽ തന്നെ വളരെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞവരൊക്കെ ഉണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് ഇവരുടെയൊക്കെ ഫോട്ടോ സഹിതം വീഡിയോസ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്രമേൽ ഈ അക്രമമായ കാര്യം തന്നെ ആയതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. വാച്ചിങ് അവർ കയറ്റി കൊടുക്കുക, സബ് കയറ്റി കൊടുക്കുക എന്നൊക്കെ. അത് പറഞ്ഞവർ തന്നെ, അതായത് ചിലരൊക്കെ വീഡിയോ തുടങ്ങുന്ന ആമുഖത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. ഇനി മുതൽ നിങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ അവരുടെ നോട്ടിഫിക്കേഷൻ, അവരാരും ആ നോട്ടിഫിക്കേഷൻ തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ പോയില്ല എന്നുള്ളത് അവർ ഉറക്കെ വിളിച്ച് പറയാണ് പലരും. പിന്നെ ഒന്ന് രണ്ട് ആൾക്കാർ ഇത് എന്താ നോട്ടിഫിക്കേഷൻ എന്ന് പോലും അറിയില്ല. അവർ പറയുന്നത് ഇനി തീരെ നോട്ടിഫിക്കേഷൻ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ശരിക്കുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളെ സബ് ചെയ്ത ആർക്കെങ്കിലും ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻ പോകും. ആ നോട്ടിഫിക്കേഷൻ അവർ കണ്ടിട്ടില്ലെങ്കിൽ ഇനി മുതൽ അവരിലേക്ക് നോട്ടിഫിക്കേഷൻ പോകില്ല. ആരൊക്കെ കാണുന്നു അവരിലേക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ പോകൂ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് ചിരി വരുന്ന കാര്യം എന്തെന്ന് വെച്ചാല്, ഇവിടെ ഈ വാച്ചിങ് അവർ കയറ്റി കൊടുത്തു എന്നൊക്കെ പലരും എന്റെ വീഡിയോയിൽ വന്നിട്ട് തെറി കമന്റ് ഇട്ടവരും, അതുപോലെ തന്നെ എന്നെ രഹസ്യമായി വിളിച്ച് ചീത്ത പറഞ്ഞവരൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇത്തരക്കാരൊന്നും ഒരു ഉളുപ്പില്ലാതെയാണ് ഈ പറയുന്നത്. ഇനി മുതൽ അങ്ങനെ, ഇപ്പോഴെന്നല്ല എന്നും അങ്ങനെ തന്നെയാണ് ആ റൂൾസ്. ഇപ്പൊ യൂട്യൂബ് ഒന്ന് ശക്തമാക്കിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇതിന് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ തുറന്നിട്ടില്ലെങ്കിൽ പിന്നീട് അവരിലേക്ക് നോട്ടിഫിക്കേഷൻ പോവില്ല. ഇത് യൂട്യൂബ് ശക്തമാക്കി. എന്തുകൊണ്ട്? അത് ഞാൻ അവിടെ പറയാം. ഇവിടെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവന്മാർ ഈ വാച്ച് സബ്സ്ക്രൈബ് ഒരു ലാപ്ടോപ്പിനുള്ളിൽ നിറച്ചു വെച്ച കുറെ ഐഡിയിൽ നിന്നും ഇങ്ങനെ സബ് നിങ്ങൾ വിലക്കെടുത്ത് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ആരെങ്കിലും കാണുമോ? അത്തരം സബുള്ള ചാനലുകാരൊക്കെ എന്തെങ്കിലും വീഡിയോസ് ഇട്ട് അതിലേക്ക് നോട്ടിഫിക്കേഷൻ പോയാൽ എങ്ങനെയാണ് അവരുടെ വീഡിയോസ് വിളങ്ങുക? എങ്ങനെയാണ് അവരുടെ വീഡിയോസ് ആളുകൾ കാണുക? എങ്ങനെയാണ്? ഏതൊരു വീഡിയോസും ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ ആണ്. പലതരം ഇംപ്രഷനുകളുണ്ട്. നോട്ടിഫിക്കേഷൻ പോയിട്ടാണ് ഉള്ളത് ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം CTR എന്ന് പറയും. ഓക്കെ, ക്ലിക്ക് ത്രൂ റേറ്റ് എന്നാണ് പറയുക. CTR കൂടണം. CTR കൂടണമെങ്കിൽ ഈ സംഭവം നോട്ടിഫിക്കേഷൻ പോയി തുറക്കണം. ഓക്കെ, അതിന് നിങ്ങൾ ഈ കയറ്റി കൊടുത്ത സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ അവസ്ഥ നോക്കി. അന്നൊക്കെ എന്നെ തെറി വിളിച്ചവരും എന്നെ ചീത്ത പറഞ്ഞവരൊക്കെ അവരൊക്കെ ഇതിന് ആലോചിക്കും. ഞാനിത് ഒരിക്കലും എന്റെ യൂട്യൂബിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു പാവപ്പെട്ടവന് വേണ്ടിയോ ഒരു സാധാരണക്കാരന് വേണ്ടിയോ ഒരു കൂട്ടം ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ല. യൂട്യൂബിൽ കണ്ടന്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. യൂട്യൂബിന് സെലിബ്രിറ്റി എന്നോ അല്ലെങ്കിൽ വലിയ ആള് എന്നോ ചെറിയ ആള് എന്നോ ഒന്നുമില്ല. കണ്ടന്റ് ആണ് മുഖ്യം. ആർക്കാണോ ഈ പറയുന്ന CTR ഉള്ളത്. സെലിബ്രിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഈ CTR പെട്ടെന്ന് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു പ്രധാന കാരണം അവര് കുറച്ച് ഫേമസ് ആണ് എന്നുള്ളത്. CTR അത് നിങ്ങളുടെ വീഡിയോസിന് വന്നാൽ നിങ്ങളുടെ വീഡിയോസും കയറും.
ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇറന്ന് വാങ്ങുന്ന സബ്സ്ക്രൈബേഴ്സും പല പല ഗ്രൂപ്പുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങുന്ന സബ്സ്ക്രൈബേഴ്സും ഉള്ള ചാനലിലേക്കൊക്കെ എങ്ങനെയാണ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനലിലേക്ക് നോട്ടിഫിക്കേഷൻ പോയാൽ എങ്ങനെയാണ് കാണുക? അപ്പൊ ആ കാര്യം കൂടെ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് അവരുടെ നാവിൽ നിന്നൊക്കെ ഇതൊക്കെ വന്നത്. ഞാൻ എന്നും പറയാറുണ്ട്, കാലം ഒന്നിനും മറുപടി പറയാതെ പോകില്ല എന്നുള്ളതൊക്കെ. ഇത് ഇങ്ങനെ ഇപ്പോഴും പലരുടെയും പിന്നെ പോസ്റ്ററിൽ വരെ കാണാം 4000 വാച്ചിങ് അവർ നിങ്ങൾ തേച്ചു കൊടുക്കുന്നു, ഓർഗാനിക് ആയ സബ് എന്നൊക്കെ. ഈ ഓർഗാനിക് സബ് എന്നത് കൊണ്ടൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ട് ഓക്കെ നമുക്ക് റോബോട്ട് പിന്നെ വോട്ട് വഴിയൊക്കെ ചെയ്തിരുന്നു പണ്ട്, ഓക്കെ. ഇപ്പൊ അത് മാറി. ഇപ്പൊ പരസ്പരം ഗ്രൂപ്പുകൾ അങ്ങോട്ട് നിന്ന് നീ എന്റേത് കാണടാ, ഞാൻ നിന്റേത് കാണിക്കാം. ഈ ഒരു മെത്തേഡാണ്. നിന്റെ വീഡിയോസ് ഞാനും കാണുന്നു, എന്റെ വീഡിയോസ് നീയും കാണുന്നു എന്നുള്ള ലെവലിലാണ്. ഇവരൊക്കെ ഇപ്പൊ എന്താണ്, ഇവരുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അത്തരം ചാനലുകൾക്കൊക്കെ പണി കിട്ടും. നേരെ മറിച്ച് ഓർഗാനിക് ആയിട്ടുള്ള സബുള്ള ഒരു സ്ഥലത്തും ചെന്നും യാചിക്കാതെ ഒരു സ്ഥലത്ത് പോയി ആരുടെയും ഇപ്പൊ ഞാൻ ഈ പറയുന്ന യൂട്യൂബിലുള്ള കുറച്ച് കീടങ്ങളായിട്ടുള്ള ഈ പരിപാടി ചെയ്യുന്ന യൂട്യൂബർമാരല്ല, അവരെയും മാത്രമല്ല ഈ സംഭവം ചെറിയ എമൗണ്ടിന് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മോർ ദാൻ കൊച്ചി ബേസ് ചെയ്തിട്ടാണ് മോർ ദാൻ ഇത് മൊത്തം ഉള്ളത്. ഞാൻ അവർക്ക് ഫോണൊക്കെ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ പൈസക്ക് ഞങ്ങൾ, അപ്പൊ അറിവുള്ളവൻ ചോദിച്ചാൽ അവരെന്തെങ്കിലും ഉടായ്പ പറഞ്ഞു മാറും. ഞാൻ അത്തരക്കാരൻ ഒരാളുടെ ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് ഞാൻ പിന്നീട് ആ ഒരു വീഡിയോസ് ആയിട്ട് ഞാൻ അത് ഇട്ട് തരാം. ഓക്കെ, ഈ ഒരു ലേഡിയോട് ഞാൻ സംസാരിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത്. ഈ അപ്ഡേറ്റിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. എന്താണ് ഈ അപ്ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി അപ്ഡേറ്റ് അപ്പോ ഈ അപ്ഡേറ്റ് ഒരിക്കലും നിങ്ങളെ ബാധിക്കുന്നതേ ഇല്ല, മറിച്ച് നിങ്ങൾക്ക് സഹായമാണ് ചെയ്യുന്നത് ഒരു സംഭവം. കാരണം നിങ്ങളെ വീഡിയോ തുറക്കാത്തവരിലേക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല, അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. നേരെ മറിച്ച് ഇത്തരത്തിൽ നിങ്ങൾ പൈസ കൊടുത്ത് പിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ചാനലുകളുടെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ അതിൽ ഒരാളെ രക്ഷപ്പെടൂ. നിങ്ങൾ ആ പൈസ കൊടുത്ത് സഹായിച്ചില്ല, ഏതെങ്കിലും ഒരു യൂട്യൂബർമാരെ ഏതെങ്കിലും ഇടനിലക്കാരനൊക്കെ അവരുടെ കുടുംബം രക്ഷപ്പെടുക പൈസ കൊണ്ട്, കുറച്ച് നാളത്തേക്ക് അരി വാങ്ങാം എന്നല്ലാതെ നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടില്ല. ആ സബ് അതിലുള്ളിടത്തോളം കാലം. അപ്പൊ ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മറ്റൊരു കാര്യം അപ്പോ നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ വാച്ചിങ് അവർ കുഴപ്പമില്ലല്ലോ എന്ന് പറയാം. ഇനി മുതൽ നോട്ടിഫിക്കേഷൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ അഭിരുചിക്കനുസരിച്ച് വീഡിയോസ് നമുക്ക് ഇപ്പൊ അങ്ങനെയാണ്. നമ്മളിപ്പോ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെർച്ചിന് അനുപാതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഏതാണോ അത്തരം ആ ഒരു പാറ്റേണിലുള്ള വീഡിയോസ് ആണ് പിന്നീട് നമുക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് തരിക. ഓക്കെ, അത്തരത്തിൽ നിങ്ങളുടെ വീഡിയോസ് ആരെല്ലാം കണ്ടു, ഇന്നലകളിൽ ആരെല്ലാം കണ്ടു, അതിനനുപാതമാക്കിയാണ് ഇന്ന് യൂട്യൂബ് റെക്കമെൻഡേഷൻ, നോട്ടിഫിക്കേഷൻ അല്ല, യൂട്യൂബ് റെക്കമെൻഡേഷൻ പറഞ്ഞയക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ ഈ CTR വേണം, ക്ലിക്ക് ത്രൂ റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു CTR വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള സബ് വേണം. ഇപ്പൊ പലരും ഓർഗാനിക് സബും അതുപോലെ ഓർഗാനിക് ആയ വാച്ചിങ് അവറും, അതായത് സ്വന്തം വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പിന്നെ വാച്ചിങ് അവറൊക്കെ പലരും വിൽക്കുന്നവരുണ്ട്. അവരുടെ ഈ ഒരു സംഭവം എങ്ങനെയാ വെച്ചാൽ പരസ്പരം ഇപ്പൊ ബോട്ട് എന്നുള്ളത് ഒഴിവായി, പരസ്പരം ഗ്രൂപ്പുകളും അങ്ങോട്ട് ഒരുപാട് ലാപ്ടോപ്പുകളൊക്കെ വെച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് കണ്ടു തീർക്കുന്ന ഒരു സംഭവം. അതായാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇനി ഇന്നലകളിൽ ആര് വീഡിയോസ് കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നിങ്ങൾ പല ഗ്രൂപ്പുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും. അവരാരും പിന്നീട് ഈ റെക്കമെൻഡേഷൻ ചെയ്യുമ്പോൾ വീഡിയോ കാണും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, കാലം ഇത് തെളിയിച്ചു കഴിഞ്ഞു. ഇതിനെ അതിജീവിക്കുന്ന വേറെ എന്തെങ്കിലും വക്രബുദ്ധിയുമായിട്ട് ഇനിയും ഇത്തരം കാട്ടാളന്മാർ ഇറങ്ങും. ഇവിടെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഓർഗാനിക് ആയ സബും നേരെ വാ നേരെ പോ എന്ന രൂപത്തിലുള്ള വീഡിയോസ് ഇടുന്നവർക്ക് അവനവന്റെ വീഡിയോസും അവനവന്റെ ഓഡിയോസും ഓർഗാനിക് ആയ സബും ഉള്ളവർക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഇത്തരം പരിപാടികൾ ചെയ്യുന്ന ആളുകൾക്കും അവിടെയും ഇവിടെ പോയി യാചിക്കുന്നവർക്കൊക്കെ ഒരു പക്ഷെ ഈ ഒരു അപ്ഡേറ്റ് വളരെ ബുദ്ധിമുട്ടാകും. ഇനി യൂട്യൂബ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ സിമ്പിൾ ആയി പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയാലും ടിക്ടോക്ക് ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ യൂട്യൂബിനേക്കാൾ നന്നായി ആളുകൾ ഇഷ്ടപ്പെടുന്നത്, എക്സ്പെഷ്യലി ഞാൻ എടുത്തു പറയേണ്ടത് ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ്. യൂട്യൂബിനേക്കാൾ യുവാക്കളൊക്കെ ഒരുപാട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഒരു പറച്ചിൽ തന്നെ ഉണ്ട് നമുക്ക്, ഫേസ്ബുക്ക് ആന്റിമാരുടേതാണ്, അല്ല അങ്കിൾമാരുടേതാണ്, ഇൻസ്റ്റാഗ്രാം യങ്ങേഴ്സിന്റേതാണ്, 2K പിള്ളേരുടേതാണെന്നൊക്കെ നമ്മളിങ്ങനെ ഒരു കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അത്തരത്തിൽ ചിന്തിക്കാൻ കാരണം എന്താണ്? ഇൻസ്റ്റാഗ്രാമിലും ഇത്തരത്തിൽ ഒരുപാട് വൈറസുകൾ ഇപ്പോൾ കയറി കൂടിയിട്ടുണ്ട്, പക്ഷെ യൂട്യൂബിന്റെ അത്ര ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലും ഈ ഒരു പ്രോബ്ലം ഇനി വന്നു തുടങ്ങും. പക്ഷെ
ഇൻസ്റ്റാഗ്രാമിന്റെ ഒപ്പത്തിനൊപ്പം എത്താൻ യൂട്യൂബിന് പറ്റാതെ വന്നു എന്നുള്ളതാണ്. അതെവിടെയാണ്? യൂട്യൂബ് ചിന്തിക്കുന്നു, യൂട്യൂബ് ഷോർട്സിന്റെ ഒക്കെ വാരി കോരി കൊടുക്കുകയാണ് നോട്ടിഫിക്കേഷൻ. അതായത് ഈ ഷോർട്സ് എന്നൊക്കെ യൂട്യൂബിന്റെ മെയിൻ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു കാലത്ത് മെയിൻ വീഡിയോസ് ആയിരുന്നു. ഓക്കെ, ഒരു 15 വർഷക്കാലത്തോളം മെയിൻ വീഡിയോസ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് അടുത്ത കാലത്താണ് ഷോർട്സ് എന്നൊരു പരിപാടിയെ വന്നത്. ഈ ഇൻസ്റ്റഗ്രാമിലേക്കും ടിക്ടോക്കിലേക്കും ആളുകൾ പോകുമ്പോൾ അതിനെ ഒരു തടയിടുക എന്നുള്ളതിലാണ് യൂട്യൂബ് ഷോർട്സ് കൊണ്ടുവന്നത്. അതും കഴിയാഞ്ഞിട്ട് യൂട്യൂബ് ഇപ്പോ ഷോർട്സിന് അങ്ങോട്ട് വ്യൂസ് വാരിക്കോരി കൊടുക്കുകയാണ്. കാരണം എന്താണ്? ഇവിടെ ആളുകളെ നിലനിർത്തണം എന്നുള്ളത്. എന്നിട്ടും യൂട്യൂബ് ചിന്തിക്കുകയാണ് നമുക്ക് എവിടെയാണ് പേവ് പറ്റിയത്, നമ്മൾ എല്ലാ പഴുതുകളും അടച്ചു. ഈ പഴുതുകൾ അടക്കുക എന്ന് പറഞ്ഞത് ഇത്തരം വാച്ചിങ് അവർ കയറ്റുന്നവരും എന്താ പറയാ സബിനെ വെറുതെ കയറ്റി സബ് പൈസ കൊടുത്ത് കയറ്റുന്നു, അതൊക്കെയാണ്. പക്ഷെ യൂട്യൂബ് അവസാനം മനസ്സിലാക്കി. യൂട്യൂബ് എന്താണ് മനസ്സിലാക്കിയത്? ഇവിടെ നമുക്ക് ഒരുപാട് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയച്ചുകൊണ്ടേ ഇരിക്കണം വയോജനേക്കാൾ കൂടുതലായിട്ട്. പക്ഷെ ഈ നോട്ടിഫിക്കേഷൻ ഒന്നും എവിടെയും തുറക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ്. ചില ഐഡികളിൽ നിന്നും ഇന്നലെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു, അതിലേക്കും റെക്കമെൻഡേഷൻ ആയിട്ട് അയക്കുകയാണ് വീഡിയോസ്, അതും തുറക്കപ്പെടുന്നില്ല. അപ്പൊ യൂട്യൂബിന് മനസ്സിലായി, ഓക്കെ, ഫേക്ക് സബുകൾ ഒരുപാട് കൂടുന്നു. അത് റോബോട്ടിക് ആണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ സ്പാം ആക്കി ഇടാൻ പറ്റിയിരുന്നു. പക്ഷെ ഇവിടെ അതും കഴിയുന്നില്ല. സ്പാം ആക്കിയിടാൻ ഒരു ഒറിജിനൽ ഐഡിയിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ യൂട്യൂബിന് ഇനി ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും യൂട്യൂബിന്റെ ഈ വളർച്ചയെ അല്ലെങ്കിൽ യൂട്യൂബിന്റെ വേരോടുകൂടി മുറിക്കുന്ന ഞാൻ ഈ പറയുന്ന കീടങ്ങൾ എന്ന് പറയുന്ന ഇത്തരം യൂട്യൂബർമാരോ അല്ലെങ്കിൽ ഇത്തരം ഈ പരിപാടി ചെയ്യുന്നവരെയാണ്. ഇത് ഒരിക്കലും നിങ്ങൾക്കും ഒരു ഉപകാരമില്ല, യൂട്യൂബിനും ഒരു ഉപകാരമില്ല. ഇത് ചെയ്യുന്നവന്റെ കുടുംബത്തിന് മാത്രമേ ഉപകാരമുള്ളൂ. അവർക്ക് ആ പൈസ കൊണ്ട് അരി മേടിച്ച് തിന്നാം എന്നല്ലാതെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇത്രയും വ്യക്തമായി ഇതിനും ലളിതമായിട്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം എനിക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഉള്ള കാര്യം ഞാൻ സ്വതവേ ഉള്ളതുപോലെ പറയും. അത് എന്നെ അറിയുന്നവർക്കറിയാം. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ടവർ, ഇത് ഒരിക്കലും ഒരു സെലിബ്രിറ്റിക്ക് വേണ്ടിയുള്ള വീഡിയോസ് അല്ല, ഒരു പാവപ്പെട്ടവന് വേണ്ടിയുള്ള വീഡിയോസ് അല്ല, ഒരു സാധാരണക്കാരന് വേണ്ടിയുള്ള വീഡിയോസ് അല്ല, ഒരു കൂട്ടം ഫാമിലിക്ക് വേണ്ടിയുള്ള വീഡിയോസ് അല്ല. ഓക്കെ, ഇത് യൂട്യൂബിൽ നേരായ വഴി മുന്നോട്ട് പോകണം എന്ന് കരുതുന്നവർക്കുള്ള വീഡിയോസ് മാത്രമാണ്. നിങ്ങൾ അത് ചിന്തിക്കുക. അപ്പോ ഇത്തരത്തിൽ എനിക്ക് പറയാനുള്ളത് അവസാനമായിട്ട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. ഇനിയും ഇത്തരത്തിൽ ഞാൻ മറ്റു പലരുടെയും ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് വീഡിയോസ് ഇട്ടവരുടെ വീഡിയോസിന് അടിയിലും വന്നിട്ട് എന്നെ സബ് ചെയ്യൂ, അങ്ങോട്ട് സബ് ചെയ്യൂ, ഇങ്ങോട്ട് സബ് ചെയ്യൂ എന്ന് പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്താ ചെയ്യ കഷ്ടം. ഒരു പക്ഷെ ഞാൻ ഈ വീഡിയോസ് ഇട്ടാലും ഇതിന്റെ അടിയിലും വന്ന് ചിലർ പറയുന്നുണ്ടാവും എന്നെ സബ് ചെയ്യൂ, കൂട്ടുകൂടാൻ വരുമോ എന്നുള്ളതൊക്കെ. 2025 പകുതിയോളം എത്തി നിൽക്കുകയാണ്. ഇനിയും നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ വെറുതെ ഒരു സബ് കൊണ്ട് നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു 10,000 സബ് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഒന്നുമില്ല. അറിയുന്നവർക്ക് നിങ്ങളുടെ ചാനൽ തുറന്ന് നോക്കിയാൽ അറിയാം നിങ്ങളുടെ കണ്ടന്റ് എന്താണ്, സ്ട്രെങ്ത് എന്താണെന്നുള്ളത്. ഒരു 10 കണ്ടന്റ് ഇട്ടാൽ മതി. എന്നിട്ട് അത് നാട്ടുകാർക്ക് ഉപകാരമുള്ളത്, അല്ലെങ്കിൽ കണ്ണിനെ പ്രസിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നയന സുഖമോ അല്ലെങ്കിൽ മാനസികമായ സുഖമോ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് വീഡിയോസ്. അല്ലാതെ വെറുതെ എന്തെങ്കിലും വീഡിയോസ് ഇട്ടിട്ട് അതിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും പോയിട്ട് ഇറന്നുണ്ടാക്കുന്ന സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപയോഗമില്ല എന്നും ഇത്തരം ഫ്രോഡ് പരിപാടികൾ ഇനിയും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് പലരുടെയും വീഡിയോസുകൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. ഒരേ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ട് പറയുന്ന പല അപ്ഡേറ്റുകളും ഇവർക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സബ് ചെലവാകില്ല, ഇവരുടെ വാച്ചിങ് അവർ എന്ന് പറയുന്ന ആ സംഭവം ഇവർക്ക് ചെലവാകില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടും ചെരിച്ചൊടിച്ചുകൊണ്ടും പിന്നെ ഇത്തരം സബ് കയറ്റി കൊടുക്കുന്നവരും അവർക്കൊക്കെ നിങ്ങളാണ് ഇനി തടയിടേണ്ടത്. ഈ ഒരു വാച്ചിങ് അവർ കയറ്റുന്നതിലും സബ് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നതിലും 90% സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ സ്ത്രീകളിൽ ഒരു 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് അധികം ഈ പരിപാടി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അവരും മാറ്റി പറഞ്ഞു. ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് വളരണോ തളരണോ എന്നൊക്കെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ചാനൽ ഏതെങ്കിലും ഒരു നാൾ രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് ഓർഗാനിക് ആയ സബും വാച്ചിങ് അവറും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇരട്ടത്താപ്പുകാരെ നിങ്ങൾ തിരിച്ചറിയുക. പലരുടെയും കമ്മ്യൂണിറ്റി ടാബ് വരെ നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ പലരെയും രഹസ്യമായി കിട്ടിയാൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടിയാൽ പതുക്കെ ഈ വാച്ചിങ് അവർ കയറ്റിത്തരാം, സബ് കൂട്ടിത്തരാം എന്ന് പറയുന്ന അത്തരക്കാരെ നിങ്ങൾ ഉടനടി തിരിച്ചറിയുക എന്ന ഒരൊറ്റ അപേക്ഷയോടുകൂടി പ്രിയപ്പെട്ടവരെ, അടുത്ത നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ കണ്ടന്റുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.